ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊന്ന് അറ്റൻഡ് ചെയ്തെല്ലാവരും. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം. ഒന്ന് അറ്റൻഡ് ചെയ്യാവോ? ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നുണ്ട്. ലോകസഭയിലെയും രാജ്യസഭയിലെയും കേവല ഭൂരിപക്ഷം പുറത്താക്കാൻ ആവശ്യമാണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പരിശോധന മനസ്സിലാവും അതിലൊരെണ്ണമാണ് തെറ്റെന്നുള്ളത്, അല്ലേ? ഒന്നുകിൽ രണ്ടാമത്തെ തെറ്റാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ തെറ്റാണ്. ഇവിടെ പറയുന്നത് കേവല ഭൂരിപക്ഷമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ജഡ്ജിമാരെ പുറത്താക്കുന്നതിനായിട്ട് കേവല ഭൂരിപക്ഷമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഓക്കെ, പ്രത്യേക ഭൂരിപക്ഷമാണ് മൂന്നാം സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഏതാണ് തെറ്റ്? ജഡ്ജിമാരെ പുറത്താക്കുന്നതിന് കേവല ഭൂരിപക്ഷമാണോ ആവശ്യം, പ്രത്യേക ഭൂരിപക്ഷമാണോ ആവശ്യം? ജഡ്ജിമാരെ പുറത്താക്കുന്നതിന് കേവല ഭൂരിപക്ഷമാണോ പ്രത്യേക ഭൂരിപക്ഷമാണോ ആവശ്യം? കേവലമാണ് ആവശ്യം എന്നാണ് പറയുന്നത്. തെറ്റാണ്. ഓക്കെ, ആവശ്യമായിട്ടുള്ളത് പ്രത്യേക ഭൂരിപക്ഷമാണ്. ആവശ്യമായിട്ടുള്ളത് പ്രത്യേക ഭൂരിപക്ഷമാണ്. അതായത് ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നാമത്തതും മൂന്നാമത്തതാണ് ശരിയായിട്ടുള്ളത്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് ശരിയാണ്. ലോകസഭയുടെയും രാജ്യസഭയുടെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. ഓക്കെ, ശരി. ഇവിടെ നിങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സിലബസിൽ ജുഡീഷ്യറി അല്ലെങ്കിൽ പുതിയ SCERT-യിലൊക്കെ ജുഡീഷ്യറി നമുക്ക് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ജുഡീഷ്യറിയെ കുറിച്ച് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഈ ജഡ്ജിമാരെ നിയമിക്കുന്നത് ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ജഡ്ജിമാരെ, പിന്നെ സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ചീഫ് ജസ്റ്റിസുമാരെ ഒക്കെ നിയമിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ജഡ്ജിമാരെ നിയമിക്കുന്നതും സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതെല്ലാം ആരാണ് കുട്ടികളെ? പ്രസിഡന്റ് ആണ്, അല്ലേ? പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. ഓക്കെ അല്ലേ? അതിപ്പോ സുപ്രീം കോടതി ആയിക്കോട്ടെ ഹൈക്കോടതി ആയിക്കോട്ടെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇനി ഈ ഹൈക്കോടതി ജഡ്ജിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്ന ആരാണ്? ഹൈക്കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്ന ആരാണ്? ഹൈക്കോടതി ജഡ്ജിമാർക്ക് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിന് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കുന്ന ആരാണ്? ഗവർണർ, അല്ലെ? ഗവർണറാണ്. ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തി, അല്ലെ? ഗവർണർ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ്. സത്യപ്രതിജ്ഞ ഇമ്പോർട്ടന്റ് ആണ്. ഹൈക്കോടതി ജഡ്ജിമാരെയും അതുപോലെ ചീഫ് ജസ്റ്റിസിനെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിലും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണർ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ഗവർണർ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസിനെയും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതും നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്, അല്ലെ? രാഷ്ട്രപതിയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അവിടെ സത്യപ്രതിജ്ഞയുടെ കാര്യത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യപ്രതിജ്ഞ ഒന്നുകിൽ രാഷ്ട്രപതി ചൊല്ലിക്കൊടുക്കണം അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തി ചൊല്ലിക്കൊടുക്കണം, അല്ലെ? രാഷ്ട്രപതി ചൊല്ലിക്കൊടുക്കണം അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന വ്യക്തി ചൊല്ലിക്കൊടുക്കണം. രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം? ചൊല്ലിക്കൊടുക്കണം. ഓക്കെ അല്ലേ? ഈ 4 കാറ്റഗറി ആൾക്കാർ, സുപ്രീം കോടതി ആയിക്കോട്ടെ ഹൈക്കോടതി ആയിക്കോട്ടെ ജഡ്ജിമാര്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഇവരെല്ലാവരും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. അതിൽ സുപ്രീം കോടതിയിൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത് പ്രസിഡന്റ് അല്ലെങ്കിൽ
പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന വ്യക്തി, പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് നിർദ്ദേശിക്കുന്ന വ്യക്തി. ഹൈക്കോടതി ആകുമ്പോൾ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത് ഗവർണർ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തി, ഗവർണർ അല്ലെങ്കിൽ ഗവർണർ നിർദ്ദേശിക്കുന്ന വ്യക്തി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ചോദിക്കുന്ന ശ്രദ്ധിച്ച് കേട്ടിട്ട് മറുപടി പറയണം നിങ്ങൾ. ഈ പറഞ്ഞ ഇത്രയും മനസ്സിലായല്ലോ? ഈ പറഞ്ഞ ഇത്രയും മനസ്സിലായല്ലോ കുട്ടികളെ? മനസ്സിലായി? ഓക്കെ. ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അത് ആരാണെന്ന് കേട്ടുകഴിഞ്ഞാല് സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജാണ്. സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജഡ്ജാണ് എന്ത് ചെയ്യുന്നത്? ചീഫ് ജസ്റ്റിസ് ആയി മാറുന്നത്. സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജാണ് എന്തായി മാറുന്ന കുട്ടികളെ? ചീഫ് ജസ്റ്റിസ് ആയി മാറുന്നത്. ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ പ്രസിഡന്റ് ആരോടൊക്കെ അഭിപ്രായം ചോദിക്കണം? സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ പ്രസിഡന്റ് ആരോടൊക്കെ അഭിപ്രായം ചോദിക്കണം? പറയാവോ? സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ പ്രസിഡന്റ് ആരോടൊക്കെ അഭിപ്രായം ചോദിക്കണം? സുപ്രീം കോടതിയിൽ ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് അഭിപ്രായം ചോദിക്കണം. മനസ്സിലായ? സുപ്രീം കോടതിയിൽ ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് അഭിപ്രായം ചോദിക്കണം. ഓക്കെ. ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുമ്പോൾ പ്രസിഡന്റ് ആരോടൊക്കെ അഭിപ്രായം ചോദിക്കണം? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുമ്പോൾ പ്രസിഡന്റ് ആരോടൊക്കെ അഭിപ്രായം ചോദിക്കണം? പറയാവോ? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുമ്പോൾ പ്രസിഡന്റ് ആരോടൊക്കെ അഭിപ്രായം ചോദിക്കണം? കൃഷ്ണൻ, ഇത് കറക്റ്റ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് അഭിപ്രായം ചോദിക്കണം. ആ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ആ സംസ്ഥാനത്തെ ഗവർണറോടും അഭിപ്രായം ചോദിക്കണം. മനസ്സിലായോ? അതായത് പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും പിന്നെ ആ സംസ്ഥാനത്തെ ഗവർണറിനോടും അഭിപ്രായം ചോദിക്കണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിന് മുമ്പായിട്ട്. ഓക്കെ. ഇനി ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുമ്പോൾ പ്രസിഡന്റ് ആരോടൊക്കെയാണ് അഭിപ്രായം ചോദിക്കേണ്ടത്? ഒരു ഹൈക്കോടതിയിൽ ജഡ്ജിയെ നിയമിക്കുമ്പോൾ പ്രസിഡന്റ് ആരോടൊക്കെയാണ് അഭിപ്രായം ചോദിക്കേണ്ടത്? പറഞ്ഞേ. ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് അഭിപ്രായം ചോദിക്കണം. അതുപോലെ ഹൈക്കോടതി ഏത് ഹൈക്കോടതിയിലേക്കാണ് നിയമിക്കുന്നത് ആ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് അഭിപ്രായം ചോദിക്കണം. അതുപോലെ തന്നെ ഗവർണറോട്, ആ സംസ്ഥാനത്തെ ഗവർണറോട് അഭിപ്രായം ചോദിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പേരോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്? ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ സാധനം നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജ് ആരാണോ അദ്ദേഹമാണ് ചീഫ് ജസ്റ്റിസ് ആയി മാറുന്നത്. അവരിൽ ഉള്ളതിലെ ആർക്കാണോ ഏറ്റവും സീനിയറിറ്റി ഉള്ളത് അയാളാണ് അല്ലെങ്കിൽ അദ്ദേഹമാണ് എന്തായി മാറുന്നത്? ചീഫ് ജസ്റ്റിസ് ആയി മാറുന്നത്. സുപ്രീം കോടതിയിലേക്ക് ഒരു ജഡ്ജിയെ നിയമിക്കുന്നതിന് മുമ്പായിട്ട് പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് അഭിപ്രായം ചോദിക്കുന്നു. അതുപോലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതിന് മുമ്പായിട്ട് പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും ഗവർണറിനോടും അഭിപ്രായം ചോദിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നതിന് മുമ്പായിട്ട് പ്രസിഡന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട്, ഗവർണറിനോട് എന്നിവരോട് അഭിപ്രായം ചോദിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായോ കുട്ടികളെ? അപ്പൊ ഈ ഒരു പോർഷൻ മനസ്സിലായല്ലോ? ഇപ്പൊ ഈ പറഞ്ഞ പോർഷൻ മനസ്സിലായല്ലോ? ഓക്കെ. അത് മനസ്സിലായെങ്കിൽ അടുത്ത് ഞാൻ ചോദിക്കുകയാണെ. ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ്? 65. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ് കുട്ടികൾ? 65. അടുത്ത് ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ്?
ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ്? സുപ്രീം കോടതി ജഡ്ജിമാരുടെ 65 വയസ്സാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്ര വയസ്സാണ്? 62 വയസ്സാണ്. അപ്പം ഈ വിരമിക്കൽ കാലാവധി ആകുന്നതിന് മുമ്പ് ഇവർക്ക് രാജിവെക്കാൻ കഴിയുമോ? വിരമിക്കൽ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇവർക്ക് രാജിവെക്കാൻ കഴിയുമോ കുട്ടികളെ? ഉറപ്പായിട്ടും കഴിയും. ഏതൊരു പദവിയാണെങ്കിലും നമുക്ക് രാജിവെക്കാൻ പറ്റും. രാജിവെക്കാൻ പറ്റാത്ത പദവിയൊന്നുമില്ല അല്ലേ? ഏതൊരു പദവിയിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജിവെക്കാൻ പറ്റും. ഏതൊരു പദവിയും രാജിവെക്കാൻ കഴിയും. അപ്പൊ ആ രാജിക്കത്ത് ഇപ്പൊ സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ജഡ്ജിമാര് രാജിക്കത്ത് കൊടുക്കേണ്ടത് ആർക്കാണ്? സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ജഡ്ജിമാര് രാജിക്കത്ത് ആർക്ക് കൊടുക്കണം? രാജിക്കത്ത് കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? പ്രസിഡന്റാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്. ഇനി രാജി അല്ലാതെ ഇവരെ പുറത്താക്കണമെങ്കിൽ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇവരെ പുറത്താക്കുന്നത്. ഇപ്പൊ രാജി അല്ലെങ്കിൽ ഇവരെ പുറത്താക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നതാ ഈ പറയുന്ന തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യം. ഒന്നെന്താ കുട്ടികളെ? ഒന്ന് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യമെന്നോ പെരുമാറ്റ ദൂഷ്യമെന്നോ അല്ലെങ്കിൽ ദുർവൃത്തിയെന്നോ പറയും. ഓക്കെ, സ്വഭാവ ദൂഷ്യമെന്നോ പെരുമാറ്റ ദൂഷ്യമെന്നോ ദുർവൃത്തിയെന്നോ പറയും. ഓക്കെ അല്ലേ? അപ്പം സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നതിനുള്ള ഒരു റീസൺ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒന്നുകിൽ സ്വഭാവ ദൂഷ്യം എന്ന് പറയാം, അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യം എന്ന് പറയാം, അല്ലെങ്കിൽ ദുർവൃത്തി, ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? മിസ്ബിഹേവിയർ എന്ന് പറയും. രണ്ടാമത്തെ റീസൺ എന്താണ് കുട്ടികളെ? രണ്ടാമത്തെ റീസൺ കഴിവില്ലായ്മയാണ്. രണ്ടാമത്തെ റീസൺ എന്താണ്? കഴിവില്ലായ്മ. അതായത് ഇവരെ പുറത്താക്കാനുള്ള രണ്ടാമത്തെ റീസൺ ആണ് കഴിവില്ലായ്മ. എന്ത് കുട്ടികളെ? കഴിവില്ലായ്മ. ഒന്ന് പെരുമാറ്റ ദൂഷ്യമാണ്, 2 കഴിവില്ലായ്മ, ഇൻകാപ്പബിലിറ്റി. അതായത് അവർക്ക് കഴിവില്ല, അവരുടെ ജോലി ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. ഓക്കെ അല്ലേ? ഇനി ഞാൻ ചോദിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ട് മറുപടി പറയണം. ഈ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്ന നടപടിക്രമത്തിന്റെ പേരെന്താണ്? സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്ന നടപടിക്രമത്തിന്റെ പേരെന്താണ്? കുട്ടികളെ? ആ പേരാണ് ഇംപീച്ച്മെന്റ് അല്ലേ? എന്താണ് കുട്ടികളെ? ഇംപീച്ച്മെന്റ് എന്നാണ് അല്ലെ? ആ നടപടിയുടെ പേരെന്താണ് കുട്ടികളെ? ഇംപീച്ച്മെന്റ് ആണ് അല്ലെ? ഈ ഇംപീച്ച്മെന്റ് എന്ന ആശയം നമ്മൾ ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അല്ലെ? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റിന്റെ ആർട്ടിക്കിൾ ഏതാണ്? പറയോ? സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ. പറഞ്ഞേ എല്ലാവരും. അറിയാന്നുള്ളത് പറഞ്ഞേ. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് കമന്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 124 കേട്ടോ. 124 സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റിന്റെ ആർട്ടിക്കിൾ. ഹൈക്കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ ഹൈക്കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 217 1 ബി ആണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 217 1 ബി ആണ്. 217 1 ബി എന്ന ആർട്ടിക്കിളാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്ന കുട്ടികളെ പറയുന്നത്. 217 1 ബി എന്ന ആർട്ടിക്കിളിലാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരികയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. വിരമിക്കൽ പ്രായത്തിന് മുമ്പ് വേണമെങ്കിൽ അവർക്ക് രാജിവെക്കാൻ കഴിയും. അത്തരത്തിൽ രാജിവെക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് രാജിക്കത്ത് നൽകുക. വിരമിക്കൽ പ്രായം കഴിയുന്നതിന് മുമ്പ് അവർക്ക് രാജിവെക്കാൻ കഴിയും. അത്തരത്തിൽ രാജിവെക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് രാജിക്കത്ത് നൽകുക. ഇനി അടുത്ത
ഇവരെ പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ്. അതൊന്ന് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യം ഓർ പെരുമാറ്റ ദൂഷ്യം ഓർ ദുർവൃത്തി. ഇതിൽ ഏത് പോയിന്റ് വന്നാലും ശരിയാണ് കേട്ടോ. തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ ദുർവൃത്തി. രണ്ടാമത്തെ റീസൺ കഴിവില്ലായ്മ. അതായത് അവർക്ക് ആ ജോലി ചെയ്യാനുള്ള കഴിവില്ലെന്ന് തെളിയുകയാണെങ്കിൽ അപ്പോഴും പുറത്താക്കാം. ജഡ്ജിമാരെ പുറത്താക്കുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇംപീച്ച്മെന്റ്. ഓക്കെ, ഈ ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. സുപ്രീം കോടതി ജഡ്ജിന്റെ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 124 4 ഹൈക്കോടതി ജഡ്ജിയുടെ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 217 1B ആർട്ടിക്കിൾ 217 1B. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ കുട്ടികളെ? മനസ്സിലായെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് പാർലമെന്റിന്റെ ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്? ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ്, അതായത് നമ്മുടെ സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് പാർലമെന്റിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടത്? ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് പാർലമെന്റിന്റെ ഏത് സഭയിലാണ്? കറക്റ്റ് ആണ്. പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാം. നമുക്ക് കഴിഞ്ഞ വർഷം വന്നൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയുമോ? ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയുമോ? ഇല്ലേ? ജഡ്ജിമാരുടെ ഇംപീച്ച്മെന്റ് നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാം. പക്ഷേ നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുക. പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാം, നിയമസഭയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ അവിടെ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഉണ്ട്. ലോകസഭയിൽ അവതരിപ്പിക്കാൻ എത്ര പേര് പിന്തുണയ്ക്കണം? പറഞ്ഞേ. ലോകസഭയിൽ അവതരിപ്പിക്കാൻ 100 പേര് പിന്തുണയ്ക്കണം. 100 പേര് സമ്മതിച്ചാൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ എത്ര പേർ പിന്തുണയ്ക്കണം? രാജ്യസഭയിലാണെങ്കിൽ 50 പേര് പിന്തുണയ്ക്കണം. ലോകസഭയിൽ 100 പേരും രാജ്യസഭയിൽ 50 പേരും പിന്തുണച്ചാൽ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ലോകസഭയിൽ 100 പേരും രാജ്യസഭയിൽ 50 പേരും പിന്തുണച്ചാൽ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി അവതരിപ്പിച്ചിട്ട് ലോകസഭയിൽ പാസ്സാകണമെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷം, അതായത് 2/3 സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതുപോലെ രാജ്യസഭ പാസ്സാക്കണമെങ്കിൽ 2/3 സ്പെഷ്യൽ മെജോറിറ്റി വേണം. അവതരിപ്പിക്കാൻ 100 പേര് അംഗീകരിക്കണം. ലോകസഭയിൽ പാസ്സാകണമെങ്കിൽ 2/3 പേര് സ്പെഷ്യൽ മെജോറിറ്റിയോട് അംഗീകരിക്കണം. രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ 50 പേര് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അത് പാസ്സാകണമെങ്കിൽ 2/3 സ്പെഷ്യൽ മെജോറിറ്റി അവിടെയും വേണം. ഓക്കെ അല്ലേ? അങ്ങനെ ഈ രണ്ട് സഭകളിലും അത് പാസ്സാവുകയാണെങ്കിൽ ഇവരെ ഇംപീച്ച് ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നത് ആരാണ് കുട്ടികളെ? രണ്ട് സഭകളിലും അത് പാസ്സായി കഴിഞ്ഞാൽ ഇവരെ ഇംപീച്ച് ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നത് ആരാണ്? അതായത് ഇവരെ പുറത്താക്കിയിരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ് ആണ് അല്ലെ? രണ്ട് സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യും? പ്രഖ്യാപിക്കും നിങ്ങളെ ഇംപീച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം പ്രഖ്യാപിക്കും. ഓക്കെ അല്ലേ? ഇത്തരത്തിൽ 2/3 സ്പെഷ്യൽ മെജോറിറ്റിയോടെ പുറത്താക്കുന്ന ആൾക്കാരിൽ വരുന്നതാണ്. 2/3 സ്പെഷ്യൽ മെജോറിറ്റിയോടെ പുറത്താക്കുന്ന ആൾക്കാരിൽ വരുന്നത് ആരൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞാൽ, രാഷ്ട്രപതിയെ പുറത്താക്കാൻ 2/3 സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർക്ക് 2/3 സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതുപോലെ ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കണമെങ്കിലും 2/3 സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതുപോലെ CAG യെ പുറത്താക്കാനും 2/3 പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. 2/3 പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. മനസ്സിലായോ? 2/3 പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ആൾക്കാര് ഓക്കെ
നമ്മളെ ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്നതിനെ ഇംപീച്ച്മെന്റ് എന്ന് പറയോടാ? ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്നതിന് ഇംപീച്ച്മെന്റ് എന്ന് പറയോ? ഇല്ല. ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്നതിനെ ഇംപീച്ച്മെന്റ് എന്ന് പറയത്തില്ല. നമ്മൾ ആർട്ടിക്കിൾ 67 ബി പ്രകാരമാണ് നമ്മൾ ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്നത്. ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്ന നടപടിക്രമം എങ്ങനെയെന്ന് കേട്ടുകഴിഞ്ഞാൽ ഉപരാഷ്ട്രപതിക്ക് 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകിക്കൊണ്ട് ഒരു പ്രമേയം രാജ്യസഭയില് സ്പെഷ്യൽ മെജോറിറ്റിയോടെ പാസ്സാക്കണം. മനസ്സിലായോ? ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 67 ബി ആണ്. ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് 14 ദിവസം മുമ്പ് ഉപരാഷ്ട്രപതിക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് ഒരു പ്രമേയം രാജ്യസഭയില് പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അതിനുശേഷം അത് പാസ്സാവുകയാണെങ്കിൽ ലോകസഭ അത് ലളിതമായ ഭൂരിപക്ഷത്തിൽ എന്ത് ചെയ്യണം കുട്ടികളെ? ലോകസഭ അത് ലളിതമായ ഭൂരിപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാല് പങ്കെടുത്ത് വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ പകുതി പ്ലസ് 1. ലളിതമായ ഭൂരിപക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ പകുതി പ്ലസ് 1. അതാണ് ലളിതമായ ഭൂരിപക്ഷം. പങ്കെടുത്ത് വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ പകുതി പ്ലസ് 1, അതാണ് ലളിതമായ ഭൂരിപക്ഷം കേട്ടോ. അപ്പൊ ലളിതമായ ഭൂരിപക്ഷത്തോട് അത് പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഉപരാഷ്ട്രപതി പുറത്താക്കപ്പെട്ടു. അപ്പൊ ഉപരാഷ്ട്രപതിയുടെ പുറത്താക്കലിനെ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നില്ല. ഈ 2 സഭകളിലും 3/2 പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുന്നതിനെയാണ് ഇംപീച്ച്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 2 സഭകളും 3/2 പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുന്നത് പ്രസിഡന്റിൻ്റെത്, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടേത്, ഇലക്ഷൻ കമ്മീഷണറുടേത്, CAGയുടേത്. അപ്പൊ ഇതാണ് 2 സഭകളിലും 3/2 പ്രത്യേക ഭൂരിപക്ഷത്തോടെ എന്ത് ചെയ്യുന്ന കുട്ടികളെ പാസ്സാകുന്നത്. ഓക്കെ. ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്നത് 67 ബി പ്രകാരമാണ്. 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകിക്കൊണ്ട് രാജ്യസഭ പ്രത്യേക ഭൂരിപക്ഷത്തിൽ പ്രമേയം പാസ്സാക്കുകയും ആ പ്രമേയം ലോകസഭ ലളിതമായ ഭൂരിപക്ഷത്തിൽ പാസ്സാക്കുകയും ചെയ്താൽ ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്നു. ഓക്കെ അല്ലേ? ബ്ലറായോ? ബ്ലർ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ റീബൂട്ട് ചെയ്യാം. ഇന്ന് ഭയങ്കര മഴയായിരുന്നു. ഓക്കെ ആണോ നോക്കാം. ഓക്കെ ആയോ? ഓക്കെ ആണെങ്കിൽ പറയേ. എനിക്ക് നല്ല സുഖമില്ലടാ, ഒരു ചെറിയ പനി പോലെ. ഓക്കെ ആയില്ല. 217 ഞാൻ റീബൂട്ട് ചെയ്തിട്ട് വരാവേ.
Tutor is away. Actually, I'm not away. കാണാവോ അവിടെ? കാണുന്നുണ്ടോ? കമന്റ് ചെയ്തേ. പിന്നെ ട്യൂട്ടർ ഈസ് അവേ എന്നാണല്ലോ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. ട്യൂട്ടർ ഈസ് അവേ. എവിടെ പോയി? ഐ എം ഹിയർ. ആ വന്നു. ഓക്കെ. ഏതാ ഒന്നുകൂടെ പറയണ്ടേ? പറഞ്ഞേ, ഏതാ ഒന്നുകൂടെ പറയണ്ടേ? ഏത് വേണോ പറഞ്ഞുതരാം. ഏതാ ഒന്നുകൂടെ പറയണ്ടേ? കമന്റ് ചെയ്തേ. വൈസ് പ്രസിഡന്റ് ആണോ പറയണ്ടേ? വൈസ് പ്രസിഡന്റ് ആണോ പറയണ്ടേ പിള്ളേരെ? ഇവിടെ നോക്കിക്കോ. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റ് എന്ന പേര് പറയുന്നില്ല അതിനെ. ആർട്ടിക്കിൾ 67B പ്രകാരമാണ് പുറത്താക്കുന്നത്. 67B പ്രകാരമാണ് പുറത്താക്കുന്നത്. ആർട്ടിക്കിൾ 67B 14 ദിവസം മുമ്പ് വൈസ് പ്രസിഡന്റിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് 14 ദിവസം മുമ്പ് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്താക്കാൻ പോവേണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് ഒരു പ്രമേയം രാജ്യസഭ 3/2 പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അതിനുശേഷം രാജ്യസഭ പാസ്സാക്കുകയാണെങ്കിൽ ലോകസഭ സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ ലളിതമായ ഭൂരിപക്ഷത്തോടെ അത് പാസ്സാക്കിയാൽ ഉപരാഷ്ട്രപതി പുറത്താക്കപ്പെടും. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമ്മേളന ദിവസം പങ്കെടുത്ത് വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ പകുതി പ്ലസ് 1 സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. സിമ്പിൾ മെജോറിറ്റി മനസ്സിലായോ? പങ്കെടുത്ത് വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ പകുതി പ്ലസ് 1 സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വീണ്ടും നെറ്റ്വർക്ക് പോയാ? നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുന്നത് ക്ലിയർ ആയിക്കോ. വൈഫൈ സൗണ്ട് കേൾക്കാമല്ലോ നിങ്ങൾക്ക്? മഴ ഉണ്ടടാ, നെറ്റ്വർക്ക് മൊത്തത്തിൽ പോയി കിടക്കുകയാണ്. കേൾക്കാം. അത് ഓക്കെ ആയിക്കോളും കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളെ. ശരി, ക്ലിയർ ആണ് പിള്ളേരെ. നിങ്ങൾ പ്രസിഡന്റിനെയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പൊ അതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടെ ആവും, ഈ പുറത്താക്കലുകളെല്ലാം മനസ്സിലാവും. പ്രസിഡന്റിന്റെയും കൂടെ ഒന്ന് പറയാം. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ഏത് ആർട്ടിക്കിളിലാ പറയുന്നത്? പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 61 പറയുന്നത്.
ആർട്ടിക്കിൾ 61 പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 61 പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പറയുന്നത്. ആർട്ടിക്കിൾ 61 ഈ പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് എന്ന ആശയം ഏത് രാജ്യത്തു നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? നമ്മള് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാര് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ പ്രമേയം എവിടെയാണ് അവതരിപ്പിക്കാൻ കഴിയുന്നത്? പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ഈ പറയുന്ന ഇംപീച്ച്മെന്റ് അവതരിപ്പിക്കാൻ കഴിയുന്നത്? പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ഇംപീച്ച്മെന്റ് അവതരിപ്പിക്കാൻ കഴിയുന്നത്? പ്രമേയം പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാം. പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാം. ഉപരാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യുന്ന കാര്യം പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണോ അവതരിപ്പിക്കാം. ഓക്കെ. രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഭരണഘടന ലംഘനമാണ്. മനസ്സിലായോ? രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രധാന കാരണം ഭരണഘടനാ ലംഘനമാണ്. ഭരണഘടനാ ലംഘനം നടത്തിയാൽ മാത്രമാണ് രാഷ്ട്രപതിയെ എന്ത് ചെയ്യുന്ന കുട്ടികളെ ഇംപീച്ച് ചെയ്യുന്നത് ഭരണഘടനാ ലംഘനം നടത്തുമ്പോഴാണ്. ഇനി രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും സഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുമ്പ്, ഉപരാഷ്ട്രപതി പറഞ്ഞതുപോലെ തന്നെ 14 ദിവസം മുമ്പ് രാഷ്ട്രപതിക്ക് എന്തയക്കണം? 14 ദിവസം മുമ്പ് രാഷ്ട്രപതിക്ക് നോട്ടീസ് നൽകണം. ഓക്കെ അല്ലേ? ഈ 14 ദിവസം എന്നത് നിങ്ങൾക്ക് പ്രധാനമായും 3 ചോദ്യം വരുന്നത്. 14 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് നമ്മുടെ ലോകസഭ പാസാക്കുന്ന മണി ബില്ല് രാജ്യസഭ എത്ര ദിവസത്തിനുള്ളിൽ അംഗീകരിക്കണം? ലോകസഭ പാസാക്കുന്ന മണി ബില്ല് രാജ്യസഭ എത്ര ദിവസത്തിനുള്ളിൽ അംഗീകരിക്കണം? 14 ദിവസത്തിനുള്ളിൽ അംഗീകരിക്കണം. ലോകസഭ പാസാക്കുന്ന മണി ബില്ല് രാജ്യസഭ 14 ദിവസത്തിനുള്ളിൽ അംഗീകരിക്കണം. അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും കാര്യത്തില് അവരെ പുറത്താക്കുകയാണെങ്കിൽ ആ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരെ പുറത്താക്കുകയാണെങ്കിൽ ആ പ്രമേയം അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. അപ്പൊ ഈ 3 കാര്യങ്ങളിലാണ് 14 ദിവസം എന്നൊരു കാര്യം വരുന്നത്. കേട്ടോ. ഓക്കെ അല്ലേ? ഒന്ന്, ലോകസഭ പാസാക്കുന്ന മണി ബില്ല് രാജ്യസഭ 14 ദിവസത്തിനുള്ളിൽ അംഗീകരിക്കണം. അതുപോലെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരെ പുറത്താക്കുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. ഓക്കെ. അപ്പൊ അവിടെയാണ് 14 ദിവസം വരുന്നത്. ഇനി അടുത്ത 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. ഇനി ലോകസഭയിൽ ഇത് അവതരിപ്പിക്കണമെങ്കിൽ, രാഷ്ട്രപതിക്കെതിരായിട്ടുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം ലോകസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ ലോകസഭയിൽ എത്ര അംഗങ്ങൾ പിന്തുണയ്ക്കണം? ലോകസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ ലോകസഭയിൽ 4/1 അംഗങ്ങൾ പിന്തുണയ്ക്കണം. ഓക്കെ അല്ലേ? രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിലും രാജ്യസഭയിലും 4/1 അംഗങ്ങൾ പിന്തുണയ്ക്കണം. ലോകസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ ലോകസഭയിലുള്ള 4/1 അംഗങ്ങൾ പിന്തുണയ്ക്കണം. രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ രാജ്യസഭയിൽ 4/1 അംഗങ്ങൾ പിന്തുണയ്ക്കണം. രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ 4/1 അംഗങ്ങൾ പിന്തുണയ്ക്കണം. ഓക്കെ അല്ലേ? ഇനി പിന്തുണച്ചിട്ട് ലോകസഭയായാലും രാജ്യസഭയായാലും അത് പാസ്സാകണമെങ്കിൽ 3/2 പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. അത് പാസ്സാകണമെങ്കിൽ 3/2 പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. പാസ്സാകണമെങ്കിൽ 3/2 പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഓക്കെ അല്ലേ? പാസ്സാകണമെങ്കിൽ 3/2 പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഓക്കെ അല്ലേ? ഇത്രയും മനസ്സിലായോ?
അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞു തരാൻ ശ്രദ്ധിച്ച് കേട്ടോണേ. സിമ്പിൾ ആണ്. ഏത്? അതായത് നമ്മളിപ്പം രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ആർട്ടിക്കിൾ 61 അമേരിക്കയിൽ നിന്നാണ് ഇംപീച്ച്മെന്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാം. ഭരണഘടന ലംഘനമാണ് റീസൺ. ഇംപീച്ച് ചെയ്യാനുള്ള റീസൺ ഭരണഘടന ലംഘനമാണ്. 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകണം. ലോകസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ ലോകസഭയിൽ 4/1 അംഗങ്ങൾ സപ്പോർട്ട് ചെയ്യണം. രാജ്യസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ രാജ്യസഭയിൽ 4/1 അംഗങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. 2/3 പ്രത്യേക ഭൂരിപക്ഷം. 2/3 പ്രത്യേക ഭൂരിപക്ഷം എന്ത് ചെയ്യണം കുട്ടികളെ? ആവശ്യമായിട്ടുണ്ട്. ഇത് പാസ്സാകണമെങ്കിൽ ലോകസഭയായാലും രാജ്യസഭയായാലും പാസ്സാകണമെങ്കിൽ 2/3 പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഓക്കെ, മനസ്സിലായ എല്ലാവർക്കും? പറഞ്ഞേ. അപ്പൊ നിങ്ങളിപ്പോ പഠിച്ചത് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ പുറത്താക്കൽ, പിന്നെ പ്രസിഡന്റിന്റെ പുറത്താക്കൽ, വൈസ് പ്രസിഡന്റിന്റെ പുറത്താക്കൽ, ഇത് ഇത്രയാണ് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായോ?